ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിത പുനരത പരിച്യുതാവാരഭേ മഹിച്ഛധാരണാധികം. അഷ്ടാംഗയോഗാനുഷ്ഠാനത്തിലെ യമം മുതൽ സമാധി വരെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചു. സമാധിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പിഴവ് വന്നാൽ വീണ്ടും താഴോട്ടു പോകുമല്ലോ. അപ്പോൾ ഏറ്റവും താഴേക്ക് പോകാതെ ധാരണ തൊട്ട് പിടിച്ചു കയറാൻ അനുഗ്രഹിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സാധാരണ ഭക്തർക്ക് ഇന്ദ്രിയ നിയന്ത്രണം കുറച്ചു കഠിനമാണ്. കാഴ്ച, ശ്രവണം, വാസന, രുചി, സ്പർശനം ഇവയാണ് ഇന്ദ്രിയങ്ങളുടെ ഗുണവിശേഷങ്ങൾ. ധാരണയിൽ നിന്ന് ധ്യാനത്തിലേക്ക് പോയി അവിടെ നിന്നും നേരെ സമാധിയിലെത്തുന്നു. അപ്പോൾ എവിടെ നിന്നെങ്കിലും നല്ല കീർത്തനമോ വാദ്യഗീതങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ മനസ്സ് വ്യതിചലിക്കുമല്ലോ. ചിലപ്പോൾ സമാധിയിലിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയെന്നും വരാം. അങ്ങനെ സമാധിക്ക് വിഘ്നം വരും, താഴോട്ട് പതിക്കുകയും ചെയ്യും. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ലോകൈക നായക, ശുദ്ധബ്രഹ്മമായ സച്ചിദാനന്ദ സ്വരൂപമായ അങ്ങയിൽ സമാധിസ്ഥനായിട്ടിരിക്കുമ്പോൾ അറിയാതെ ഭ്രംശം വന്നാൽ അധികം താഴോട്ടു പോകാതെ വീണ്ടും ധാരണാദി മുതൽ പരിശീലിച്ചു കൊള്ളാമെന്ന് ഭട്ടതിരിപ്പാട് ഭഗവാൻ ഉറപ്പു കൊടുക്കുന്നു. സവികൽപ്പ സമാധിയിൽ നിന്നും സാധകൻ പോകുന്നത് നിർവികൽപ്പ സമാധിയിലേക്കാണ്. ആത്മാന്വേഷണത്തിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് സവികൽപ്പ സമാധി. ഭഗവാൻ രമണ മഹർഷിക്ക് തൻ്റെ മരണാസന്ന അനുഭവം സവികൽപ്പ സമാധിയിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പ്രഭാഷണത്തിലൂടെ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. എന്നാൽ നിർവികൽപ്പ സമാധിയിൽ ദ്വൈതഭാവം നീങ്ങി ഏകത്വഭാവം സിദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ അഹം ബ്രഹ്മാസ്മി, അഹമാത്മാ ബ്രഹ്മം തത്വമസി എന്നീ വേദവാക്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.